മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനേകായിരങ്ങൾ ഇതാ കൈകോർത്ത് കഴിഞ്ഞു. മാതാവിൻ്റെ കോടിയർച്ചനയിലേക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുടെ പ്രാർത്ഥനയാണ് ഓരോ ദിവസത്തെയും പ്രയർ ലൈനിലൂടെ നിൻ്റെ ഭവനത്തിലേക്ക് വന്ന് നിറയുന്നത്. ആ വലിയ പ്രാർത്ഥനാ സംഗമത്തോട് ചേർന്നുകൊണ്ട് ജെറുസലേം പ്രയർ ലൈൻ സംബന്ധിക്കുന്ന സർവ്വ മക്കളുടെ വ്യക്തികളിലും കുടുംബങ്ങളിലും നിയോഗങ്ങളിലും മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. മകളെ, മാതാവ് തിരസ്കരിച്ച 5-ാമത്തെ മേഖലയാണ് നിരാശ. ഓർക്കണേ, എവിടെ വിശ്വാസം നഷ്ടപ്പെടുന്നുവോ അവിടെ നിരാശ തലപൊക്കാൻ തുടങ്ങും. എവിടെ സ്നേഹം വറ്റിപ്പോകുന്നുവോ അവിടെ നിരാശ ഭരണം നടത്താൻ തുടങ്ങും. എവിടെ ഉത്കണ്ഠകൾ കുന്നുകൂടുന്നുവോ അവിടെ നിരാശ അവിടെ ഭരണം നടത്താൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാച് എടുത്തുപയോഗിക്കുന്ന അവൻ്റെ ആയുധവും അവൻ്റെ ഒളിത്താവളവും അവൻ്റെ കളിസ്ഥലവുമാണ് നിരാശ എന്ന് പറയുന്നത്. ഒരുവനെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുവന്ന് സ്വയം അവൻ പറയാൻ തുടങ്ങും, ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു, എനിക്കിനി രക്ഷയില്ല. ഇത് പിശാചിൻ്റെ കുതന്ത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, യൂദാസ് അങ്ങനെയല്ലേ ചെയ്തത്? 30 വെള്ളി നാണയം വലിച്ചെറിഞ്ഞ് ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തു. ആത്മഹത്യയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാതാവ് വിശ്വാസത്തിൻ്റെ ഒരു ഉറവയാണ്. മാതാവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നിരാശയിലേക്ക് പോകുകയില്ല. മാതാവ് സ്നേഹത്തിൻ്റെ കടലാണ്. ആ കടലിൽ മുങ്ങിക്കുളിക്കാനാണ് മാതാവ് നമ്മെ ക്ഷണിക്കുന്നത്. മാതാവ് എപ്പോഴും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിരാശയ്ക്ക് അവിടെ സ്ഥാനമില്ല. പരിശുദ്ധാപ്പൻ്റെ ഇഷ്ടദാസയാണ് പരിശുദ്ധ അമ്മ. നിരാശ 7 അയൽക്കത്ത് പോലും കടന്നു വരാൻ അനുവദിക്കുകയില്ല. മകളെ, മാതാവിന് കൂട്ടുപിടിച്ചുകൊണ്ട് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാം. മകളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. ആത്മീയ കൊടുങ്കാറ്റയച്ച് നിരാശയിൽ നിന്ന് ഞങ്ങളെ തട്ടി ഉണർത്തി പ്രത്യാശയിലേക്ക് വളർത്തണമേ എന്ന്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.